പക്ഷെ എനിക്ക് പേടിയാന്ന് ഷോക്ക് അടിക്കുമെന്ന്. എനിക്ക് ഷോക്ക് അടിച്ചിട്ട് ചത്താലും കുഴപ്പമില്ല. തലയില് കാക്ക തൂറിയ പോലെ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ കുറേ നാളായി വീഡിയോസ് അല്ല ലോങ് വീഡിയോസ് ഇട്ടിട്ട് ഷോർട്സ് ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ലോങ് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ഒന്നാമത് ടൈം കിട്ടുന്നില്ല. പിന്നെ എന്തെല്ലോ ജോലി തിരക്കായി, പിന്നെ അതിൻ്റെ ഇടയിൽ സിക്കായി, അങ്ങനെ കുറേ തിരക്കാരും ലോങ് വീഡിയോസ് ഇടുന്നത് കുറഞ്ഞു. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൂടുതൽ അടിക്കുന്നില്ല, ഒരു ക്വിക്ക് വീഡിയോ ആയിട്ടാണ്. ഞാൻ എൻ്റെ മുന്നത്തെ ഹെയർ കെയർ വീഡിയോയിൽ ഞാൻ ഹെയറിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെയോ വീട്ടിൽ സംഭവങ്ങൾ ചെയ്തിട്ട്, ഒരു മിനിറ്റ് ആ വണ്ടി പോട്ടെ, വീട്ടിൽ DIY ചെയ്തിട്ട് ഞാൻ മുടിയിൽ കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ അമ്മ കുറച്ച് സാധനങ്ങളാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലുള്ള സാധനം ഉപയോഗിച്ച് തന്നെ നമ്മൾ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഇതാണ് ഉലുവ ഭയങ്കര നല്ലതാണ് മുടിക്ക്. ഇത് ഞാൻ തലേനാൾ വെള്ളത്തിലിട്ട് വെച്ചതാണ്. കാരണം തലേനാൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം സോക്കായി പൊതിർന്നിട്ട് നമുക്ക് പെട്ടെന്ന് അരക്കാൻ പറ്റും. പിന്നെ ഇത് തൈരാണ്. തൈര് പറ്റാത്തവർക്ക് ഇത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അത്യാവശ്യം നല്ല തണുപ്പാണ് ഈ എല്ലാ സാധനവും. പിന്നെ നമ്മൾ എടുക്കുന്നത് കറ്റാർവാഴയാണ്. ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള കറ്റാർവാഴയാണ്. ഇത് അമ്മ ഇന്നലെ എടുത്ത് മുറിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കമിഴ്ത്തി വെച്ചാണ്. കാരണം ഇതിൽ നിന്നൊരു മഞ്ഞ കളർ കറ പോകാനുണ്ട്. അപ്പോൾ അത് പോയിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു പ്രാവശ്യം ഈ മഞ്ഞക്കറ പോകാണ്ട് മുഖത്ത് തേച്ചിട്ട് എനിക്ക് മുഖത്ത് ഫുള്ള് കുരു വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ കുത്തി വെക്കണം. കുത്തി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറയെല്ലാം ഇറങ്ങിപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇത് അരക്കാൻ വേണ്ടിയിട്ട്. ഈ 3 സാധനം അത്യാവശ്യം നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ജലദോഷം, അലർജി, തലവേദന അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് വരുന്നവർ ഒരു 10-15 മിനിറ്റ് യൂസ് ചെയ്തതിന് ശേഷം വെച്ചതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ്. അധികം നേരം വെച്ചാൽ നിങ്ങൾക്ക് നല്ല പനിയും ജലദോഷം വരും. കാരണം എനിക്ക് 1-2 പ്രാവശ്യം പനി കിട്ടി. അപ്പം നമുക്ക് ഈ സാധനങ്ങളെല്ലാം അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ്. അടുത്തത് ഇടാൻ പോകുന്നത് കറ്റാർവാഴയാണ്. ആവശ്യമായിട്ടുള്ള അളവിൽ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് തൈരാണ്. ഇനി നമ്മൾ ഇത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിക്കാൻ പോകുന്നത് വെള്ളമല്ല, നമ്മൾ ഒഴിക്കുന്നത് റൈസ് വാട്ടറാണ്, അതായത് കഞ്ഞിവെള്ളം. എൻ്റെ ഇവിടെ ഇപ്പം അരി തിളച്ചതേ ഇല്ലു, അതിൽ ഞാൻ എടുത്തു വെച്ച വെള്ളമാണ്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഹെയർ നല്ല സ്ട്രെങ്ത് ആക്കും, സ്മൂത്ത് ആക്കും, പിന്നെ ഫ്രിസിനെസ് കുറക്കും. ഞാനിടയ്ക്ക് വെറുതെ കഞ്ഞിവെള്ളം എടുത്തിട്ട് എൻ്റെ തലയിൽ വെച്ച് മുടി കഴുകാറുണ്ട്. ആ സമയത്ത് എൻ്റെ മുടിയിലുള്ള ഫ്രിസിനെസ് എല്ലാം കുറക്കാറുണ്ട്. മിക്സി അരക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മേനെ വിളിക്കുന്നുണ്ട്, കാരണം എനിക്ക് പേടിയാണ് ഷോക്ക് അടിക്കുമെന്ന്. എനിക്ക് ഷോക്ക് അടിച്ചിട്ട് ചത്താലും കുഴപ്പമില്ല. അപ്പം സംഭവം അരച്ച് തന്നിട്ടുണ്ട് അമ്മ, ഷോക്കൊന്നും അടിച്ചിട്ടില്ല ഭാഗ്യത്തിന്. അപ്പം ഇത് ഞാൻ കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസിയിലാണ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിക്കാക്കാം, അതിനനുസരിച്ച് വെള്ളം യൂസ് ചെയ്യുന്നത് കുറച്ചാൽ മതി. അപ്പോൾ നമ്മൾ മുടി തേക്കാൻ വേണ്ടിയിട്ട് ഹെയർ പാക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണ നമ്മൾ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, അത് അമ്മ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചെമ്പരത്തി താളി പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെമ്പരത്തി പറിക്കാൻ പോകുന്നതാണ്. എൻ്റെ വീട്ടിന് മുമ്പ് തന്നെ ചെമ്പരത്തി ഉണ്ട്. നമ്മൾ ചെമ്പരത്തി പറിക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് കുക്കൂസ് വന്നിട്ടുണ്ട്. കുക്കൂസ്, നിന്റെ മുടീൻ്റെ ഇതെന്നാ ഹെയർ ഗ്രോത്തിൻ്റെ സീക്രട്ട്? ഒരു ഇലയുണ്ട്, ആ ഇലയിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു എണ്ണയാണ്. ഭാഷയൊന്നും നമുക്ക് വേണ്ട, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ മതി. ഏതല്ലേ? കൂർക്കലയാ? അത് പനി വരുമ്പം തേക്കുന്നതല്ലേ? കൂർക്കലിന്റെ എണ്ണയാ? വേറെ എന്നാ എണ്ണയിൽ ഇടല്? മുടിക്ക് ഷാമ്പു എല്ലാം യൂസ് ആക്കലുണ്ടോ? ഏത് ഷാമ്പു? നമുക്കിത് അരക്കാൻ പോയേപ്പാ. ഇനി നമ്മൾ താളി ഉണ്ടാക്കുന്നത് പരമ്പരാഗത രീതിയിലാണ്. നമ്മ എങ്ങനെ അരക്കല്? ഇത് കഴുകും, ഇത് ഈ
അലക്കുന്ന കല്ലിലിട്ട് ഉരക്കും. അപ്പം ഇതിങ്ങനെ വരും. അതുപോലെ തന്നെ അമ്മ. അതെയാ, അങ്ങനെ നമുക്ക് ആക്കാം. സാധാരണ നമ്മൾ അങ്ങനെ ആക്കാറ്. അല്ല, എളുപ്പവഴി വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം. നമുക്ക് എളുപ്പവഴി വേണോ അല്ല പണിയെടുത്തിട്ട് താളിയാക്കണോ? നല്ലതല്ലേ? പക്ഷെ എനിക്ക് പണിയെടുക്കാൻ സമയമില്ല. നമുക്ക് മിക്സിയിലിട്ട് അരച്ചാലോ? അങ്ങനെ നമ്മൾ മിക്സിയിലിട്ട് അരക്കാൻ പോവാണ്. അപ്പം മിക്സി നേരത്തെ ഓൾറെഡി ആ ഉലുവ അരച്ച് വെച്ചതിലേക്ക് അത് കഴുകൊന്നും ചെയ്തില്ല. ഉലുവ ഉണ്ടായ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് ആ ചെമ്പരത്തിയും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ അരക്കാമെന്ന് വിചാരിച്ചു. അവസാനം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയത്. നല്ലൊരു ഗ്രേപ്പ് ജ്യൂസൊക്കെ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഓയിൽ മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് അമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ എണ്ണയാണ് കേട്ടോ. ഇതിൽ അമ്മ കറിവേപ്പില, ഉലുവ, അതുപോലെ തന്നെ തുളസി, പിന്നെ എന്തൊക്കെയോ ചേർത്തിട്ടുണ്ട്. കയ്യണി എന്ന് പറയും. പിന്നെ വേറെ നെല്ലിക്ക ചേർത്തിട്ടുണ്ട്, ചെമ്പരത്തി തേച്ചിട്ടുണ്ട്. അത് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ പാർട്ടീഷൻ ആക്കിയിട്ട് എണ്ണ ഇട്ട് തരുന്നുണ്ട്. എന്നിട്ട് മസാജും ചെയ്യുന്നത്. എന്തൊരു സുഖാന്നറിയോ അങ്ങനെ ഒരു മസാജ് കിട്ടുന്ന സമയത്ത്. അതിന് ശേഷം ഒരു 10 മിനിറ്റ് എണ്ണ വെച്ചതിന് ശേഷം നമ്മൾ തലയിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഉലുവയും കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ തൈരും കറ്റാർവാഴയും ആക്കിയ മിക്സ് നമ്മൾ തലയിൽ നേരത്തെ എണ്ണ ഇട്ട പോലെ ഇട്ട് കൊടുക്കുകയാണ്. ഓരോരോ പാർട്ടീഷനാക്കി എടുത്തിട്ട് അമ്മ ഇട്ടിരുന്നുണ്ട്. അടിയോളം തേക്കുന്നുണ്ട് മുടിയുടെ. ഇനി നമ്മൾ താളി ഉപയോഗിച്ച് കുളിക്കാൻ പോവാണ്. ഇത് നേരത്തെ അരച്ച് വെച്ച താളിയാണ്. ഞാൻ പുറത്തുനിന്നാണ് കുളിക്കുന്നത്. കാരണം ബാത്റൂമിൽ നിന്ന് കുളിച്ച് കഴിഞ്ഞാൽ ബാത്റൂം ഫുള്ള് വൃത്തിയിടാവും. അങ്ങനെ നമ്മൾ ഉലുവയെല്ലാം കഴുകി കഴിഞ്ഞ ശേഷം താളി ഇട്ട് കൊടുക്കുകയാണ്. താളി മുടിയുടെ സ്റ്റാൻസിലും ഉള്ളിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പം തന്നെ കഴുകി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അധികം നേരം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പനി വരും. അതുകൊണ്ട് തണുപ്പായതുകൊണ്ട് വേഗം തന്നെ കഴുകി കളയുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഒരു നീണ്ട കുളിക്ക് ശേഷം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. മുടി അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്, ഫുൾ ഉണങ്ങിയിട്ടില്ല. പക്ഷെ നല്ലൊരു തണുപ്പുണ്ട് മുടിക്ക്. വീക്ക്ലി വൺസോ അല്ലെങ്കിൽ 2 വീക്ക് കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ മുടിയിൽ മുടി കൊഴിച്ചൽ നിൽക്കും. അതുപോലെ തന്നെ അത്യാവശ്യം മുടി വളരാനും തുടങ്ങും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് ബൈ ബൈ പറയാൻ വന്നിട്ടുള്ളത് നമ്മുടെ നിതാനു ആണ്. അപ്പം എല്ലാവർക്കും നിതാനുവിൻ്റെ വക ഒരു ബൈ ബൈ.